ഒരു പെണ്ണിന് വേണ്ടി അധികാരികൾ ആയുധം കയ്യിലെടുക്കരുത്. രാജ്യം രക്ഷിക്കാനാണ് യുദ്ധം. ചന്ദ്രകാന്തയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ അവൾ വിവാഹം ചെയ്യും. അല്ലെങ്കിൽ ആരെ വിവാഹം ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവൾക്കുള്ളതാണ്. ചന്ദ്രകാന്തയുടെ തീരുമാനം എന്തെന്ന് മന്ത്രികുമാരൻ അവളോട് തന്നെ പോയി ചോദിക്കൂ. ചന്ദ്രകാന്തേ, ഇത് ചന്ദ്രകാന്തയല്ല, തോഴി ചമ്പയാണ്. സ്വപ്നം കണ്ടു നിൽക്കുകയായിരുന്നോ കുമാരൻ? ദേ ചന്ദ്രകാന്ത രാജകുമാരി എഴുന്നള്ളുന്നു. എത്ര നാളായി കാണാൻ വേണ്ടി കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട്. അങ്ങനെ സ്വതന്ത്രമായി ഒന്ന് കാണാൻ കഴിയുന്ന ദൂരത്തിലല്ല നമ്മൾ വസിക്കുന്നത്. നമ്മുടെ പ്രണയത്തിന് ദൂരം ഒരു വിഘ്നമാണോ? ഒരിക്കലുമല്ല, ഒരു ശക്തിയും തടസ്സവുമല്ല. പക്ഷേ ചന്ദ്രയുടെ പിതാവിനെ ബഹുമാനിക്കണ്ടേ? കള്ളക്കാമുകനെ പോലെ ഒളിച്ചു വന്ന് എപ്പോഴും കാണാൻ ശ്രമിച്ചാൽ ഒരു ദിവസം പിടിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്നാണ് ആരെയും ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയുന്നത്? അടുത്ത് തന്നെ കഴിയും. അതിനു മുമ്പ് ചന്ദ്രയുടെ മന്ത്രിപുത്രൻ ക്രൂരസിംഹനെ നിലയ്ക്ക് നിർത്തണം. മന്ത്രിപുത്രൻ ക്രൂരസിംഹനാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അയാൾ അച്ഛനോട് പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. ക്രൂരസിംഹന്റെ ചതിപ്രയോഗം അധികകാലം നിലനിൽക്കില്ല. ചന്ദ്ര സൂക്ഷിക്കണം. അയാൾക്ക് മന്ത്രവാദികളുമായി ബന്ധമുണ്ട്. മയക്കെടുത്ത് കൊണ്ടുപോയാലോ? അങ്ങനെ ചന്ദ്രകാന്ത് ഏത് മന്ത്രവാദി കൊണ്ടുപോയാലും വീരേന്ദ്രസിംഹനെ കിട്ടില്ലെന്ന് ഉറപ്പു വരുമ്പോൾ മരിക്കാനുള്ള വിഷവും ഞാൻ കരുതിയിരിക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ചന്ദ്രകാന്തയ്ക്ക് അങ്ങനെ ഒരു വിധി വരില്ല. ഇന്നലെ വരുമെന്ന് കരുതി ഏറെ നേരം ഞാനും ചമ്പയും ചപലയും കാത്തിരുന്നു. ഓഹോ, എന്നിട്ട്? അങ്ങനെ തന്നെ കിടന്നുറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഞാൻ അങ്ങേ സ്വപ്നം കണ്ടു. ഗാനമായി നീ പ്രിയം നിന്നിലായി സ്വരം മൂളി ഞാൻ വരും മുന്നിലായി. പ്രിയ ഗാനമായി നീ പ്രിയം നിന്നിലായി സ്വരം മൂളി ഞാൻ വരും മുന്നിലായി. ഗാനമായി നീ പ്രിയം നിന്നിലായി സ്വരം മൂളി ഞാൻ വരും മുന്നിലായി. ഗാനമായി നീ പ്രിയം നിന്നിലായി സ്വരം മൂളി ഞാൻ
പ്രിയഗാനമായി നീ പ്രിയം നിന്നിലായി സ്വരം മൂളി ഞാൻ വരും മുന്നിലായി. കുമാര, കുമാര, ഉടനെ രക്ഷപ്പെടണം. എന്തു പറ്റി? പറയാം. ഇവിടെ നിന്ന് ഉടനെ പുറത്തു കിടക്കണം. എന്താ ചമ്പേ, എന്താണ് കാര്യം? പറയാൻ രാജകുമാരി. രാജകുമാരി, മഹാരാജാവ് വിവരം അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഉടനെ പോകുന്നു. നിങ്ങൾ ഒരു കാരണവശാലും അന്തഃപുരത്തിലേക്ക് പോകരുത്. മഹാരാജാവ് അന്വേഷിച്ചു വരുമ്പോൾ നിങ്ങൾ ഇവിടെ കാണണം. അതെ രാജകുമാരി, എങ്കിലേ ക്രൂരസിംഹന്റെ ചതിപ്രയോഗം പൊളിക്കാൻ പറ്റൂ. വരൂ കുമാര. ക്രൂരസിംഹൻ ഇവിടെ എന്തിനു വന്നു? പാറാവുകാരൻ പറഞ്ഞു ഏതോ കള്ളൻ ഇവിടെ കയറിയിട്ടുണ്ടെന്ന്. എങ്കിൽ അവനെ പിടികൂടി മഹാരാജാവിന്റെ മുമ്പിൽ ഹാജരാക്കണം. ഇതൊന്നും ക്രൂരസിംഹന്റെ ജോലിയല്ലല്ലോ. അല്ല, പക്ഷേ രാജകുമാരിയെ ഏതെങ്കിലും കള്ളന്മാർ തട്ടിക്കൊണ്ടു പോയാലോ? പോയാൽ എന്താ ഞങ്ങളുടെ മന്ത്രിപുത്രന്? എനിക്കല്ലേ നഷ്ടം? എങ്ങനെ? ആ, ഞാനല്ലേ രാജകുമാരിയെ കല്യാണം കഴിക്കുന്നത്. എന്റെ സ്വന്തമല്ലേ രാജകുമാരി. കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു മന്ത്രിപുത്രൻ മേലിൽ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. കടന്നു പോകാൻ. മോളെ ചന്ദ്രകാന്തേ, ഈ സമയത്ത് ഉദ്യാനത്തിലേക്കുള്ള അച്ഛന്റെ വരവ്? നിന്നെ അന്തഃപുരത്തിൽ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. ഉദ്യാനത്തിലുണ്ടെന്ന് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞു. ചന്ദ്രകാന്ത തോഴിമാരോടൊത്ത് സ്വകാര്യമായി ഇരിക്കുന്നിടത്ത് മന്ത്രിയുടെ മകന് രാത്രികാലങ്ങളിൽ എന്ത് ജോലിയാണ് അച്ഛൻ നൽകിയിട്ടുള്ളത്? ആരോ കള്ളന്മാരോ മന്ത്രവാദികളോ വെണ്ണക്കൽ മണ്ഡപത്തിൽ കയറിയിട്ടുണ്ടെന്ന് കാവൽക്കാർ അറിയിച്ചതനുസരിച്ചാണ് ക്രൂരസിംഹൻ വിവരം പറഞ്ഞത്. മഹാരാജാവാണെങ്കിലും പിതാവല്ലേ നാം. മന്ത്രവാദികൾ മയക്കി വീഴ്ത്തി മകളെ കൊണ്ടുപോയാലോ? ജയസിംഹ മഹാരാജാവിന്റെ മകൾ ചന്ദ്രകാന്തയെ കൊണ്ടുപോകാൻ മാത്രം വിദ്യ പഠിച്ച മന്ത്രവാദികൾ വിജയഗഡിൽ ഉണ്ടോ വച്ചാ? നവഗഡ് രാജ്യത്തുണ്ടെന്നറിഞ്ഞു. രാജകുമാരി നഷ്ടപ്പെടരുതെന്ന് കരുതിയാണ് മുന്നറിയിപ്പ് നൽകിയത്. അന്തഃപുരത്തിലേക്ക് വരുന്നവരുടെ വരവും പോക്കും മണത്തു നിൽക്കുന്ന വളർത്തുമൃഗത്തിന്റെ ജോലിയാണോ ക്രൂരസിംഹന്? എന്റെ കാര്യത്തിൽ മന്ത്രിയുടെ മകന് ഉത്കണ്ഠ വേണ്ട. സ്വന്തം തല നഷ്ടപ്പെടുന്നതിനാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ സമയത്ത് ഉദ്യാനത്തിൽ കൂടുതൽ നേരം ഇരിക്കണ്ട. പൊയ്ക്കോളൂ അന്തഃപുരത്തിലേക്ക്. ശരിയച്ച. ചന്ദ്രകാന്ത പ്രേമഗാന ഗംഗ ദേവരാഗ ഗംഗ. എന്താണ് ക്രൂരസിംഹൻ ഇതിന്റെയൊക്കെ അർത്ഥം? നമ്മുടെ മകൾ ചന്ദ്രകാന്തയെ നാണം കെടുത്തി ഞങ്ങളുടെ അഭിമാനത്തിന് കളങ്കം വരുത്തുന്ന പ്രവൃത്തിയല്ലേ നീ കാണിച്ചത്? വെണ്ണക്കൽ മണ്ഡപത്തിൽ ചന്ദ്രകാന്തയുടെ കൂടെ വീരേന്ദ്രസിംഹനാണെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു? പറയടോ, ആര് പറഞ്ഞു തന്നു വീരേന്ദ്രസിംഹൻ എന്റെ മകളുടെ കൂടെ ഉണ്ടെന്ന്? കാവൽ നിർത്തിയിരുന്ന നാസിമാണ് എന്നെ ഈ വിവരം അറിയിച്ചത്. അവന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണെന്നാണ് അവൻ പറഞ്ഞത്. ഒരു പക്ഷേ നമ്മൾ എത്തുന്നത് അറിഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെട്ടതായിരിക്കും. നിർത്തോ! രാജാവിനെയും രാജനീതിയെയും തെറ്റിദ്ധരിപ്പിച്ച് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത നിന്റെ ഈ പ്രവൃത്തി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ആരവിടെ? തെറ്റായ വിവരം നൽകി നമ്മുടെ മകളെയും നമ്മയും അപമാനിച്ചതിന് നാസിമിനെ മുക്കാലിയിൽ കെട്ടി 200 അടി നൽകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ക്രൂരസിംഹൻ, നിങ്ങൾ നമ്മുടെ മന്ത്രിയുടെ പുത്രൻ മാത്രമാണ്. ഇവിടുത്തെ മന്ത്രിയല്ല. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി കൃപത് സിംഗന്റെ മകനാണെന്നുള്ള ഔദാര്യം മാത്രമാണ് ഇത്രയും കാലം നാം കൽപ്പിച്ചു തന്നത്. ക്രൂരസിംഹൻ മേലിൽ മന്ത്രിമന്ദിരം വിട്ട് കൊട്ടാരം വളപ്പിലോ ഉദ്യാനത്തിലോ അന്തഃപുരത്തിലോ കടക്കാൻ പാടില്ലെന്ന് നാം കൽപ്പിക്കുന്നു.